25/8/2025 തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലം. മേടം, മിഥുനം, കന്നി, തുലാം, ധനു രാശിക്കാർക്ക് ശുഭവും, ഇടവം, ചിങ്ങം, വൃശ്ചികം, മീനം രാശിക്കാർക്ക് മധ്യമവും, കർക്കിടകക്കാർക്ക് ദോഷവും, മകരം, കുംഭം കൂറുകാർക്ക് കഠിന ദോഷവും ആണ്. ഒരു കമൻറ്റ് കണ്ടത്, പൊതുവേ സമയം കഷ്ടകാലമാണ്, അപ്പോൾ ഇതും കേൾക്കുമ്പോൾ, കഷ്ടമെന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാകുന്നു എന്നാണ്. വേണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി. കാരണം ഭയം നമ്മളെ ഒരിടത്തും എത്തിക്കില്ല. ഭയത്തിലല്ല കാര്യം. ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നറിയുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ട വിശേഷ ബുദ്ധി ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിശേഷ ബുദ്ധിയെ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകാതിരിക്കുന്നതിനാവശ്യമായ ബോധപൂർവമായ ശ്രമങ്ങളെ നടത്തുകയും ചെയ്യുന്നതിനാണ് നമുക്ക് ഈ ആസ്ട്രോളജി, ജ്യോതിഷമൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഒരു ദോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ ദോഷം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ 24 മണിക്കൂറും നമുക്ക് ശുഭകരമായ ഒരു സമയം ആയിക്കൊണ്ടെന്നില്ല ആർക്കും തന്നെ. അവിടേക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ദോഷം തന്നെ ആയിരിക്കും. ദിവസം മുഴുവൻ ദോഷം തന്നെ ആയിരിക്കില്ല. ഇവിടെ എവിടെയെങ്കിലും സന്തോഷം കിട്ടുന്ന അവസ്ഥകളും ഉണ്ടാകും. എത്ര ദോഷം പറയുമ്പോഴും എന്തെങ്കിലും ഒരു നല്ല വാക്ക് ആരുടെയെങ്കിലും നിന്ന് വായിൽ നിന്നെങ്കിലും കേൾക്കാനുള്ള അവസരമെങ്കിലും ആ ദിവസം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓർത്തിരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അത് കൂടുതൽ നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ആ ദിവസം വന്ന ദോഷഫലങ്ങളാണ്. ആരെങ്കിലും നമ്മെക്കുറിച്ച് എന്തെങ്കിലും ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതായ വിഷമുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനെ നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതിനെ നമ്മൾ ആ കേൾക്കുമ്പോൾ തന്നെ മറന്നു കളയുന്നു. നമുക്ക് അനുകൂലമല്ലാത്ത ഒരു വാക്ക് പറയുന്നവനെ നമ്മൾ മനസ്സിൽ ശത്രുത പോലെ കൂട്ടി സൂക്ഷിച്ചു വെക്കുന്നു. അതാണ് പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടും കാരണം. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യമായിരിക്കും, നമുക്കത് കേട്ടപ്പോൾ ഇഷ്ടമായില്ലാത്തതുകൊണ്ടാണ്, പക്ഷെ നമ്മുടെ കുഴപ്പമാണെന്നായിരിക്കും പറഞ്ഞത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ ആ മനുഷ്യൻ നല്ലതാ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ അതങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, മറിച്ച് അവൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാലും എന്നെക്കുറിച്ച് അവനത് പറയാൻ നല്ലതായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മളുടെ മനോഭാവത്തെ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഭയമോ ശത്രുതയോ വെറുപ്പോ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള കേൾക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ദിവസം നമുക്ക് ഏതൊക്കെ അനുകൂലമാണ്, ഏതൊക്കെ കാര്യങ്ങളിൽ അനുകൂലമാണ്, ഏതൊക്കെ കാര്യങ്ങളിൽ അനുകൂലമല്ല എന്ന മനസ്സിലാക്കൽ, അത് നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ്, ഒരു ജ്ഞാനമാണ്, വിജ്ഞാനമാണ്. ആ കിട്ടുന്ന അറിവിനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ആ അറിവ് നമുക്ക് പ്രയോജനകരമായി വരുന്നത്. ഒരറിവ് നമുക്ക് ലഭിക്കുമ്പോൾ ആ അറിവിനെ ജീവിതത്തിൻ്റെ പ്രയോജനത്തിനായിട്ട്, ഭൗതികവും ആത്മീയവുമായ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിക്കാണ് ഒരറിവ് പ്രയോജനപ്പെടുന്നത്. ആസ്ട്രോളജി ദിവസവും ഞാനിങ്ങനെ ഫലമിടുന്നുണ്ട്, നിങ്ങളിത് കേൾക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെ കളയുന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്നവരുടെ ആ സമയം നഷ്ടമല്ലാണ്ട് ജീവിതത്തിൽ പ്രയോജനം ചെയ്യില്ല. ജീവിതത്തിൽ അത് പ്രയോജനം ചെയ്യണമെങ്കിൽ ഇന്നിന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ദിവസം അങ്ങനെയുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള സമീപനം മുൻകൂട്ടി തവണ നമ്മുടെ മനസ്സിലുണ്ടാവണം. അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളോട് സംസാരിക്കാം, എങ്കിലും ഞാൻ തിരിച്ച് യാതൊന്നും പറയുന്നില്ല
എന്ന ഉറപ്പോടെ ചെന്നാണ് നമ്മളൊരു വ്യക്തിയോട് ഒരു കാര്യം സംസാരിക്കുന്നെങ്കിൽ അവൻ അവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചാലും നമ്മളതിന് മറുപടി പറയില്ല, ചിരിക്കുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുന്നിൽ രാഷ്ട്രീയക്കാർ അതിന് വലിയൊരു ഉദാഹരണമാണ്. എന്തൊക്കെ വന്നാലും അവർ പുറത്ത് പ്രകടിപ്പിക്കില്ല. വളഞ്ഞ വഴിയൊക്കെ വേറെ സ്വീകരിക്കുന്നുണ്ടാവാം, പക്ഷെ പുറത്ത് അവർ എപ്പോഴും പ്രസന്നനായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും നമ്മളത് കണ്ടിരിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ വലുതായി തീർക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ജ്യോതിഷ നിർദ്ദേശം, ആസ്ട്രോളജി നിർദ്ദേശം എത്രത്തോളം ഉപകാരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുവോ അവിടെയാണ് നിങ്ങളുടെ വിജയം, ഇത് കേൾക്കുന്നവരുടെ വിജയം. അത് മനസ്സിലാക്കി ഈ ദോഷങ്ങളെ മനസ്സിലാക്കി ഉണ്ടാകുമെന്ന് പറയുന്നിടത്ത് ഗുണമുണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗുണകരമായ ഫലങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എത്രത്തോളം പരിശ്രമിക്കുന്നു എന്നതിനടുത്താണ് ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും വിജയം ഇരിക്കുന്നത്. ഗുണമുണ്ടാകും എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്ന ദിവസം ആ പ്രശ്നങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിനെ തരണം ചെയ്യുക, പ്രശ്നങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഇതൊക്കെയാണ്. അത് സ്വീകരിക്കുന്ന നിങ്ങളിലും ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്താലാണ് പ്രയോജനം കിട്ടുള്ളൂ. അപ്പോൾ ദോഷകരമായ അവസ്ഥകൾ ഉണ്ടാവും. ജാതകത്തിലും ദോഷകരമാണ്, ഇതിലും ദോഷകരമാണെങ്കിൽ പരിശ്രമം കൊണ്ടും ചിലപ്പോൾ ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്ര ശ്രദ്ധിച്ചാലും എത്രയൊക്കെ നമ്മൾ കരുതലോടെ ഇരുന്നാലും ചില പ്രശ്നങ്ങൾ വന്നു വരും. ഇതിലും ജാതകം ദോഷം. അപ്പോൾ അതിന് ഈശ്വരാരാധനയും കാര്യങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിന് ജാതക പരിശോധന അല്ലാണ്ട് പരിഹാരമൊന്നുമില്ല. ജാതകം പരിശോധിച്ച് ആ സമയത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിഹാരവും നാമജപവും ഒക്കെ ചെയ്യുക. ഈ പരിഹാരങ്ങളും നാമജപവും ഒക്കെ ചെയ്യുമ്പോൾ ആ പറയുന്ന അത്രയും കാലഘട്ടത്തിൽ ഈ വരുന്ന കാര്യങ്ങളും കൂടെ, ഈ ദോഷഫലങ്ങൾ വരുന്ന കാര്യങ്ങൾക്കും കൂടെയുള്ള പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ പരിഹാരം നിർദ്ദേശിക്കുന്നത്. വലിയ പരിഹാരങ്ങളല്ലെങ്കിലും പലപ്പോഴും ഞാൻ ലളിതമായ പരിഹാരങ്ങളാണ് നിർദ്ദേശിക്കാറ്, അപൂർവമായിട്ടേ പറയാറുള്ളൂ. അപ്പോൾ ആ പരിഹാരങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് 1-2 വർഷത്തെ ഫലങ്ങൾ നോക്കുമ്പോഴാണെങ്കിൽ ആ 1-2 വർഷത്തെ ഫലത്തിനകത്ത് ഈ വക കാര്യങ്ങളും കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് പരിഹാര നിർദ്ദേശങ്ങളായിട്ട് പറയാറ് എന്നുകൂടെ മനസ്സിലാക്കുക. ഇത് ഒരു പൊതുവായ ഫലമാണ്, ഒരു പൊതു നിർദ്ദേശം, എല്ലാവർക്കും കൂടെ കൊടുക്കുന്നൊരു നിർദ്ദേശമാണ്. ആ സമയത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജാതക പരിശോധനയിലൂടെ ആ വ്യക്തിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. അത് ആ വ്യക്തിക്കുള്ള നിർദ്ദേശമാണ്. അത് പൊതുവായി എല്ലാവർക്കും കൊടുക്കുന്ന നിർദ്ദേശമല്ല. ജാതക പരിശോധനയിലൂടെ കിട്ടുന്ന നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ആ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. ഇത് പൊതുവായി പറയുന്നതാണ്. ഇപ്പോൾ ചിലർക്ക് ഇത് കുറച്ചുകൂടെ അനുഭവത്തിൽ പ്രാധാന്യമുള്ളതായി വരാം. ജാതകത്തിൻ്റെ ഫലം ചിലപ്പോൾ കുറവാകും, കൂട്ടാവും. എങ്കിലും പൊതുവെ ഈ ഫലത്തെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും അതിന് വേണ്ട രീതിയിൽ ദോഷങ്ങൾ വരാതിരിക്കാനുള്ള വേണ്ട രീതിയിലുള്ള പെരുമാറ്റങ്ങളെയും പ്രവർത്തികളെയും മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഫലം നിങ്ങളിൽ ഉണ്ടാകും. ഇത്രയും മനസ്സിലാക്കും എന്ന് കരുതുന്നു. എല്ലാവരും ചെയ്ത ചിലക്ക് അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ്, ഒരു ഭയം എന്നൊരു കമൻറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ കമൻറ്റുകളും അഭിപ്രായങ്ങളായിട്ട് വരുന്ന, പ്രത്യേകിച്ച് യൂട്യൂബിലെ കമൻറ്റുകളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക. മറ്റ് സോഷ്യൽ മീഡിയകളിലെ കമൻറ്റുകളൊന്നും ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ യൂട്യൂബിലെ കമൻറ്റ് ഞാൻ എല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിച്ച് മറുപടി നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് പ്രധാനമായിട്ട് യൂട്യൂബിൽ ചെയ്യുക, എല്ലായിടത്തും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടക്കൂറിൽ ജനിച്ചത്. 7 ശനി കാലഘട്ടമാണ്. 7 ശനിയാണ്, 12 ശനിയാണ്, 5 കേതുവാണ്, 3 വ്യാഴമാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാണെങ്കിലും ഈ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ ദിവസമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അതൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും.
മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ അലസത മൂലം പല കാര്യങ്ങളും ചിലപ്പോൾ മാറ്റിവെക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ട ദിവസമാണ്. വാതപിത്ത രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ഈ ദിവസം മേന്മയുണ്ട്. അതൊക്കെ മാറി പോകാനായിട്ട് കഴിയും. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് പണം കയ്യിൽ കിട്ടിയാൽ അത് കടം തീർക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്ന അതല്ല. കാരണം കടം തീർക്കാൻ സമയമുള്ളപ്പോൾ കടം തീർക്കുക. കാരണം ധനപരമായ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമായതുകൊണ്ട്, കടം തീർക്കാൻ അനുകൂലമായ കാലഘട്ടവുമായതുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തികമായ വരവുണ്ടായാൽ അത് ആ കടം തീർക്കൽ മാറ്റിവെക്കാതെ മറ്റെന്തിനെങ്കിലും എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ രണ്ടും നടക്കാതെ ചിലപ്പോൾ ആ ധനം മറ്റൊരു കാര്യത്തിന് പ്രയോജനപ്പെടാതെ, ജീവിതത്തിൽ പ്രയോജനപ്പെടാത്ത കാര്യങ്ങൾക്ക് മാറ്റേണ്ടതായി വരാം. അപ്പം അതുകൊണ്ട് എത്രയും വേഗം കയ്യിൽ നിന്ന് ധനം മാറ്റി വെക്കണം. പലർക്കും അത് അനുഭവം ഉണ്ടാവും. 10 രൂപ കിട്ടുമ്പോൾ എൻ്റെ കൊച്ചിന് പനി പിടിച്ചു. ഇന്ന് വളരെ കുറച്ച് ദിവസം കഴിഞ്ഞൊരു പണി കിട്ടിയതാണ്. ഒരു 800 രൂപ കൈ കിട്ടി. വീട്ടിൽ വന്നപ്പോൾ കൊച്ചിന് പനിയാണ്. ആ 800 രൂപ കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി അതിനേക്കാൾ കൂടുതലായി കടായി. ഈ ഒരവസ്ഥ കയ്യിൽ പണം വരുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. അതുകൊണ്ടാണ് കയ്യിൽ പണം കിട്ടുന്നതിന് കടം തീർത്തോളാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുത്താൽ കൈ ശൂന്യമായി. അപ്പോൾ പല പ്രശ്നങ്ങളും ഒഴിവാകും. കുട്ടികൾക്ക് പനി അന്നേരം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഉണ്ടാകാം. പക്ഷേ ഇത് പലപ്പോഴും ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇങ്ങനെ സഹായിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ്. മക്കളും ഒരു പരിധിവരെ അനുകൂലമാണ്. ജീവിത പങ്കാളി അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയൊന്നുമില്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറുകാരാണ്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുന്നത്. ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകുന്ന ദിവസമാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, വിളർച്ച, ഇതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒന്നും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും കഴിയില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങൾ, വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപമാനം, മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കാനുള്ളൊരു സാധ്യത, മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ മറ്റുള്ളവരോട് ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വളരെ കരുതലോടെ വേണം ഉപയോഗിക്കാൻ. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു ദിവസമല്ല. ഈ ഇടവക്കൂറുകാരായ മക്കളൊക്കെ ഉള്ളവർ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ദിവസം വളരെ ശ്രദ്ധ കൊടുക്കണം. കാരണം വിദ്യാകാര്യങ്ങളിലൊക്കെ അവർക്ക് തടസ്സങ്ങൾ വരുന്ന അല്ലെങ്കിൽ മടി വരുന്ന ഒരു ദിവസമാണിത്. അപ്പം അങ്ങനെ ഇടവക്കൂറുകാരായ മക്കളൊക്കെ ഉള്ള അച്ഛനമ്മമാർ കുട്ടികളുടെ പഠന കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ, ചില നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെ കൊടുക്കണം. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. മക്കൾക്കൊക്കെ
കുറച്ച് ഗുണകരമായ അവസ്ഥയുണ്ടാവും. മക്കളിൽ നിന്ന് അനുകൂലമാവും. മക്കൾക്ക് ചില ജോലിയുടെ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടാവുന്ന ഒരു കാലഘട്ടവുമാണ്. ചിലപ്പോൾ ഈ ദിവസവും അതൊക്കെ അനുകൂലമായി വരാം. ജീവിത പങ്കാളിയും മക്കളും അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. തൊഴിൽ രംഗത്ത് പുതിയ നേട്ടങ്ങളുണ്ടാവും. പുതിയ അവസരങ്ങളുണ്ടാവും. പുതിയ പ്രവർത്തന മേഖലകൾ തുറന്നു കിട്ടുകയും ചെയ്യും. ഒരു കാരണവശാലും ഇടവക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ്. 10 ശനി, ജന്മവ്യാഴം, രാഹു 9 ഒക്കെയാണ്. എങ്കിലും മിഥുനക്കൂറുകാർക്ക് ഈ ദിവസം ശുഭകരമായ ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മനസ്സ് പ്രാപ്തമാകുന്ന ഒരു സമയമാണ്. മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനും പ്രാവർത്തികമാക്കുവാനുമൊക്കെ അനുകൂലമായ സമയമാണ്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലം ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. മക്കളും പൊതുവെ അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് മക്കളുടെ തൊഴിൽ രംഗത്ത് അവർക്ക് ചെറിയ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. മക്കളുടെ ജോലി കാര്യത്തിലും ഒക്കെ, അല്ലെങ്കിൽ മക്കൾ മൂലം ചില പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മക്കളോടുള്ള സമീപനം ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ ജോലി സ്ഥലത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അവരോട് പെരുമാറണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖല അത്ര അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സമീപനമായിരിക്കില്ല ലഭിക്കുക. എങ്കിലും മിഥുനക്കൂറുകാർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകക്കാർക്ക് ദോഷമാണ്. എങ്കിലും അവരുടെ മനസ്സും ബുദ്ധിയും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു ഉറച്ച തീരുമാനമൊക്കെ ഈ ദിവസം ഉണ്ടാകും. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവും ശരീരക്ഷീണവും അനുഭവപ്പെടുന്ന സമയമാണ്. മാനസികമായ അസ്വസ്ഥതയുള്ളവർ ഒന്ന് കരുതിയിരിക്കുക. പൊള്ളലൊക്കെയൊക്കെ സാധ്യതയുള്ളവരും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യത കുറച്ചു കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലവുമല്ല. ചില നഷ്ടങ്ങൾ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. കർക്കിടകക്കൂറുകാരായ മക്കളുള്ള രക്ഷിതാക്കൾ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ഈ ദിവസം കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അവർക്ക് അലസതയും മറ്റു കാര്യങ്ങളും വിദ്യാകാര്യത്തിൽ, മറ്റൊന്നല്ലല്ലോ, വിദ്യാകാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും. കാരണം മക്കളുടെ കാര്യത്തിലാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതിരിക്കുന്നവർ അത് ശ്രദ്ധിക്കണം, ഈ കൂറുള്ളവർ എന്നാണ് പറയുന്നത്. ഇതിന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ശ്രദ്ധിക്കുക. മക്കളിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതേപോലെ മക്കളുടെ ജോലിക്കാര്യത്തിലും മറ്റുമൊക്കെ ചെറിയ പ്രയാസങ്ങളും ചില തടസ്സങ്ങളും ഒക്കെ വരുന്ന സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്, കർക്കിടകക്കൂറുകാരുടെ മക്കൾക്ക്. അതേപോലെ ഈ കൂറിലുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ കർക്കിടകക്കൂറുകാർക്കുണ്ടാകും. തൊഴിൽ മേഖല അത്ര മേന്മ എന്നൊന്നും പറയാൻ കഴിയില്ല.
ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മേലുദ്യോഗസ്ഥർ അത്ര മേന്മയുള്ളതും ആയിരിക്കില്ല. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. 8 ശനി, ജന്മ, കേതു ഒക്കെയാണ്. എങ്കിൽ പോലും ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. പൊതുവെ അവർക്ക് പല പ്രശ്നങ്ങളുമൊക്കെ നേരിടേണ്ടി വരെങ്കിലും ദൈവാധീനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അത് അവരുടെ മേന്മയെ കൂട്ടും. ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. മനസ്സും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലുണ്ടാവും. പിതൃസ്ഥാനീയരത്ര അനുകൂലമല്ല. പിത്തരോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും. അതേപോലെ വാതരോഗങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കും. വാതരോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസം കൂടെയാണിത്. ഒരു അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല. മനസ്സ്, ബുദ്ധി അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വർദ്ധിക്കും. ചില അപമാനകരമായ കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം മറ്റുള്ളവരോട് ഉപയോഗിക്കാൻ. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. അതിന് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചില തടസ്സം ഉണ്ടാവാം. ഇവർക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പൊതുവെ തടസ്സം ഉണ്ടാകുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ കൂറുകാരുള്ള മക്കളുള്ള രക്ഷിതാക്കൾ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം നടത്തും. എങ്കിലും മക്കളും ജീവിത പങ്കാളിയും പൊതുവെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായും നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലംഗം അത്ര മേന്മയല്ലെങ്കിലും അല്പം ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരെ ഒന്ന് ശ്രദ്ധിക്കുക. അവരെ അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി പെരുമാറുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഇനി കന്യക്കൂർ, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. 7 ശനി, 10 വ്യാഴം, 12 കേതു ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. എങ്കിലും കന്യക്കൂറുകാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ വേണം. ഒരല്പം അലസതയൊക്കെ കൂടുതൽ അവർ കാണിക്കും. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. എന്ത് കാര്യവും വേണ്ട രീതിയിൽ ചെയ്യണം എന്ന് തോന്നും. അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. വാതരോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ നാടുകാരായ മക്കളുടെ ജോലി സ്ഥലത്തൊക്കെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരനുഭവിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസങ്ങൾ മൂലം മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ വീട്ടിലുള്ളവർക്കും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പൊതുവെ കന്യക്കൂറുകാർക്ക് ദൈവാധീനം കുറയുന്ന ഒരു സമയം കൂടെയാണ്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഇനി തുലാം, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് മേന്മയുള്ള ദിവസമാണ്. ശുഭകരമായൊരു ദിവസമാണ്. എന്നാൽ അവരുടെ മനസ്സ് ആവശ്യമില്ലാതെ അസ്വസ്ഥമാക്കും. മനസ്സ് സ്വയം കൺട്രോൾ ചെയ്യാൻ കുറേ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് സഹായിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിൽ. ഒരു സ്വയം കൺട്രോൾ ചെയ്യേണ്ടതാണ് മനസ്സ്. ബുദ്ധി വേണ്ട രീതിയിലായിരിക്കില്ല. മാതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമാണ്. ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യും. വേണ്ടതുപോലെ ചെയ്യും. അലസതയൊന്നും ഉണ്ടാവില്ല. ആരോഗ്യകാര്യത്തിലും മേന്മയുണ്ടാവും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ആസ്മ,
മാനസിക അസ്വസ്ഥ ഇതുള്ളവർ എന്ത് ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യതയും വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ജീവിത പങ്കാളി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് തുലാം രാശിക്കാർക്ക് ഉണ്ടാവും. തൊഴിൽ മേന്മയുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുക, പുതിയ തൊഴിൽ മേഖലയിൽ പുതിയ പഠിക്കാനുള്ള പുതിയ കോഴ്സുകളൊക്കെ ചെയ്യുക, ഇതിലൊക്കെയുള്ള അവസരങ്ങൾ തുലാം രാശിക്കാർക്ക് കിട്ടും. അവരത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം എന്ന് മാത്രം. മേലുദ്യോഗസ്ഥരൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇവർക്ക്. വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. 4 രാഹു, 5 ശനി, 8 വ്യാഴം, 10 കേതു ഒക്കെ ആണെങ്കിലും ആരോഗ്യകാര്യത്തിലൊരു മേന്മയുണ്ടാകും. ആത്മവിശ്വാസം ഉണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത വർദ്ധിക്കുമെങ്കിലും ധനപരമായ ചെറിയ നേട്ടങ്ങൾ അതിനകത്ത് വന്ന് കിട്ടുകയും ചെയ്യും. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക. മക്കൾ അത്ര അനുകൂലമല്ല. മക്കളുടെ ജോലി സ്ഥലത്ത് മറ്റുമൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ നാളുകാരായ വ്യക്തികളുടെ മക്കളുടെ. അതേപോലെ ഈ നാളുകാരും മക്കളാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണല്ലോ. അത് കൂടാണ്ട് ഈ നാളുകാരുടെ മക്കൾക്കും ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചെറിയ അവസ്ഥകളൊക്കെ ഉണ്ടാകും. അതർത്ഥം. തൊഴിൽ മേഖല വൃശ്ചികക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഇനി ധനുക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. 4 ശനി, 9 കേതു. എങ്കിലും അവർക്ക് ഗുണകരമായ ദിവസമാണ് ഇത്. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയും. ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേത്രരോഗങ്ങളും ഉഷ്ണരോഗങ്ങളും ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അതിൽ വാതരോഗങ്ങളുള്ളവർ, പിത്തരോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി ചെറിയ കലഹങ്ങൾ ഉണ്ടാകാം. അപമാനകരമായ ചില വാക്കുകളൊക്കെ കേൾക്കാം. എങ്കിൽ പോലും അതിനോട് വലിയ കാര്യമായിട്ട് പ്രതികരിക്കാതിരുന്നാൽ മതി. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. മക്കൾ അനുകൂലമാണ്. അവരിൽ നിന്ന് മനസ്സിന് സന്തോഷകരമായ അവസ്ഥകളുണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. എന്നാൽ തൊഴിൽ രംഗത്ത് ചെറിയ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുകയും ചെയ്യും. പൊതുവെ ധനുക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസം തന്നെ ആയിരിക്കും. ഇനി മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. ആറിൽ വ്യാഴം, 9, 8 കേതു, 2 രാഹു ഒക്കെയാണ്. മകരക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യകാര്യം അനുകൂലമല്ല. മനസ്സും ബുദ്ധി അനുകൂലമല്ല. ദഹനക്കുറവ്, പിത്തരോഗം ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആസ്മ, മാനസിക അസ്വസ്ഥതകളിൽ വളരെ ശ്രദ്ധിക്കണം.
സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനമൊക്കെ വളരെ ശ്രദ്ധയോടെ ഓടിക്കാൻ ശ്രദ്ധിക്കുക. അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. അതുകൊണ്ട് മകരക്കൂറുകാരായ വിദ്യാർത്ഥികളുള്ള രക്ഷകർത്താക്കൾ അവരെ വളരെയധികം ശ്രദ്ധിക്കണം. മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമല്ല എന്ന് പറയുമ്പോൾ ആ കൂറുകാർ വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കരുതലും കൂടെ അതിന് കൊടുക്കണം അനുകൂലമല്ലാത്ത കാര്യങ്ങളിൽ. അതല്ലെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള അവസ്ഥകളും ഉണ്ടാവണം. ഒരു കുടുംബം ഭംഗിയായാലാണല്ലോ ഒരാൾക്ക് നന്നാലോ ഒന്നും എന്നുള്ളത് കൊണ്ട് അവിടെ വലിയ ഗുണമുണ്ടാവില്ല. പക്ഷെ ഒരാൾക്ക് ദോഷം വന്നാൽ മൊത്തം ആ കുടുംബത്തിൽ ദോഷം ഉണ്ടാവുകയും ചെയ്യും. കാരണം ഒരാൾ മോശമായ രീതിയിൽ വരുമ്പോൾ സന്തോഷമുണ്ടെങ്കിൽ പോലും സന്തോഷം അത്ര കാര്യമായി അനുഭവിക്കില്ല. കാരണം ഒരാൾക്ക് ദോഷമുള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനൊക്കെ മറ്റുള്ളവരും കൂടെ ശ്രമിക്കണം. നമ്മുടെ കുടുംബ സന്തോഷം ഉണ്ടാവുക. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാവും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. മക്കൾക്ക് മാനസികമായ ടെൻഷൻ ഉണ്ടാകുന്ന ചില പ്രവൃത്തികളെല്ലാം ഉണ്ടാകും അവരുടെ ജീവിതത്തിലും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തികമായ വരവും ഉണ്ടാകും. ചെറിയ നഷ്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇനി കുംഭക്കൂറ്. ഏതോ ഒരു ദിവസം കുംഭക്കൂറ് വിട്ടുപോയി തോന്നൂല്ലേ? അത് ഈ നോട്ടിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിങ്ങനെ എടുത്തിങ്ങനെ പറയുമ്പോൾ അത് 2 പേപ്പറും കൂടെ ചിലപ്പോൾ ഒന്നായിപ്പോയി കാണും. അതപ്പോൾ അത്രയും അങ്ങോട്ട് ശ്രദ്ധയിൽ വരുന്നില്ല. കാരണം പറയുന്ന കാര്യത്തിലാണ് ശ്രദ്ധ എന്നുള്ളത് കൊണ്ട് ഇതെടുത്തപ്പോൾ മാറിപ്പോയതായിരിക്കും. അങ്ങനെ ആ ദിവസം ഏതോ ഒരു ദിവസം കിട്ടിയില്ല എന്ന് 2 ദിവസം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു കിട്ടിയില്ല എന്നൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ അതുകൊണ്ടായിരിക്കും. അത് ക്ഷമിക്കുക എന്ന് കുംഭക്കൂറുകാരോട് ആദ്യമേ തന്നെ പറയുകയാണ്. ശ്രദ്ധിക്കാം ഞാൻ ഇനി അങ്ങനെ വരാതിരിക്കാൻ. എല്ലാ കൂറുകാരിലും പേപ്പർ മാറിപ്പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. ചിലപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ മകരം കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ കുംഭം വന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ കൂടെ മീനായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചാണ് ഇങ്ങനെ ഓരോന്ന് പറയുക. അങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചാൽ പറയുക. അപ്പോൾ ഓരോ പേപ്പർ ഇങ്ങനെ എടുത്താണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള വ്യത്യാസമായിരിക്കും. അത് നിങ്ങൾ ക്ഷമിക്കുക അതിനകത്ത്. എന്നവർക്കത് കിട്ടാതെ വന്നതിൽ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നോക്കുക കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗം, ജന്മരാഹു 2-ൽ ശനി 7-ൽ കേതുവാണ്. കുംഭം രാശിക്ക് കഠിന ദോഷമാണെന്ന് അത് വളരെയധികം കഠിന ദോഷമാണെങ്കിലും ദൈവാധീനം അല്പം ഉണ്ടാകുന്ന ദിവസം കൂടെയാണ്. എങ്കിലും പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും സംശയവുമൊക്കെ മൂലം എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാം. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥ, വൃക്കരോഗം, അതുപോലെ മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യണവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുംഭക്കൂറുകാർ കുഴപ്പമുണ്ടാകാതിരിക്കാൻ. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, വാക്കുകൾ മൂലമുള്ള പ്രയാസം. അതിൻ്റെ വാക്കുകൾ മറ്റുള്ളവരോടെങ്കിലും ശ്രദ്ധിച്ചുപയോഗിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ കൂറുകാരുള്ള അമ്മമാർ, മക്കൾ ഈ കൂറിൽ പെട്ടതാണെങ്കിൽ രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊതുവേ ഒരു ദൈവാധീനം ഉണ്ടാവും. ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കളെ കൊണ്ട് ചെറിയ സന്തോഷ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ജോലിയൊക്കെ കിട്ടാൻ യോഗമുള്ള മക്കൾക്ക്, ആ പ്രായമായവർക്കാണെങ്കിൽ അതിനനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ സമയത്തുണ്ട്. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനും കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ മേന്മയുണ്ടാകും. മീനെന്ന് പറഞ്ഞാൽ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി കേട്ടോ. 4 വ്യാഴം, ജന്മശനി 12 എങ്കിലും മീനക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട്. മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത വർദ്ധിക്കുക.
വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. അതുപോലെ മറ്റുള്ളവരിൽ നിന്നും വാക്കുകൾ മൂലം മുറിവേൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്ന മക്കളുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമൊന്നുമല്ല. മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമാണെങ്കിലും തൊഴിലാളികളിൽ നിന്ന് അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകളുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. ഇത് ഒരു പൊതുഫലമാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.